ഹലോ, നിസ്വരെ ഞങ്ങൾക്ക് കിട്ടിയ റൂം ആണ് ഈ പാർട്ട്. അപ്പോൾ ഈ റൂമും അവിടുത്തെ പരിസരങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഒരു നമ്മൾ B&B പോലത്തെ ഒരു ഇതാണ്. മൊത്തത്തിൽ 7 റൂമുണ്ട്. അതിൽ 3 റൂം ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്ത്, എന്നിട്ട് ഒരു റൂം ക്യാൻസലാക്കി 2 റൂമാക്കി. അപ്പോൾ ആ റൂമും കാര്യങ്ങളും അതിൻ്റെ പരിസരവും സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കാണിച്ചു തരാം. ഇതെല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ അവർ പണിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ആ രീതിയിലുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ 4 സ്റ്റാർ ഹോട്ടലിൻ്റെ അത്രയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എങ്കിലും കുഴപ്പമില്ല. പാർക്കിംഗേ ഇല്ല. പാർക്കിംഗ് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോട്ടയുടെ പാർക്കിംഗ് അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് പാർക്ക് ചെയ്തിട്ട് വേണം വരാൻ. ഏതായാലും കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് റൂമിൽ നിന്ന് തുടങ്ങാം. ഇതാ റൂം കേട്ടോ, ഒരു റൂം. നമ്മുടെ നാട്ടിലത്തെ പോലെ പഴയ മറ്റേ ഇത് തടി കൊണ്ടുള്ള തട്ടും കാര്യങ്ങളൊക്കെയാണ്. ഈ റൂം ഞങ്ങളുടെ അടുത്ത റൂമാണ്. ഈ റൂം ഞങ്ങളുടെ റൂം തന്നെയാണ്. ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു ബാൽക്കണി പോലത്തെ ഒരു ഏരിയ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന രാത്രിയിലൊക്കെ. ഇതാണ് പുറത്തുള്ളൊരു സ്ഥലം. എൻ്റെ ഫുൾ വശമൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ഒരു ഡൈനിങ് റൂം പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ, അല്ലെങ്കിൽ റിസപ്ഷൻ പോലെ. ഇത് നമ്മൾ ഇതാണ് എൻട്രൻസ്, കയറുന്ന റൂമിന് വേണ്ടി എൻട്രൻസ് ഇതാണ് വീട് കേട്ടോ. എല്ലാവരും പഴയ രീതിയിലുള്ള സെറ്റപ്പാണ് അത് കൂടുതലും. ഇത് കിച്ചണാണ് കേട്ടോ. കിച്ചണ് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഫുഡ് കുക്ക് ചെയ്ത് വെച്ച് പാത്രങ്ങളും കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നിന്ന് ഇറങ്ങുന്നത് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേരെല്ലാം ഓൾറെഡി അവിടെ നിന്ന് കളിക്കുക. വെയിറ്റ് ഞാൻ വരാം. നീ അവിടെ സ്വിമ്മിങ്ങില്ല. ചടിയേ നോട്ടെ, ചട്. സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഇതുണ്ട്. അവിടുന്ന് ഡേറ്റ്സ് പറിച്ച് തിന്നാം. പച്ചയാന്നേ ഉള്ളൂ കുറച്ച്. എന്നാൽ ഈത്തപ്പഴ തോട്ടമൊക്കെ ഉണ്ട് പിറകിലുണ്ട്. ഇവിടെ വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്.